പുളിപ്പ് സാധാരണയായിട്ട് ഉണ്ടാകുന്നത് നമ്മുടെ പല്ലിൻ്റെ ഏറ്റവും പുറത്തെ പാളിയായിട്ടുള്ള ഇനാമൽ നഷ്ടപ്പെടുമ്പോഴാണ്. ഈ ഇനാമൽ നഷ്ടപ്പെടാൻ പല കാരണങ്ങളുണ്ട്. ഏറ്റവും പൊതുവായി പറയുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് അസിഡിക് ആയിട്ടുള്ള ശീതള പാനീയങ്ങൾ, ഫുഡുകൾ കഴിക്കുന്നത് മൂലം, അല്ലെങ്കിൽ നമ്മുടെ ബ്രഷിംഗ് ഹാബിറ്റ് ശരിയാവുന്നില്ല, ഹാർഡായിട്ടുള്ള ടൂത്ത് ബ്രഷ് ഉപയോഗിക്കുന്നു, വളരെ വിഗറസ് ആയിട്ട് ബ്രഷ് ചെയ്യുന്നു, ഇങ്ങനെ ഉണ്ടാവാറുണ്ട്. പിന്നെ ചില ആൾക്കാർക്ക് രാത്രിയിലൊക്കെ കിടക്കുമ്പോൾ പല്ലെറുമ്പുന്ന ഒരു സ്വഭാവക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരിലൊക്കെ ഇനാമൽ ഒരുപാട് നഷ്ടപ്പെടും. ഇതല്ലാതെ ടൂത്തിലുണ്ടാവുന്ന, നമ്മുടെ പല്ലിലുണ്ടാകുന്ന ചെറിയ പൊട്ടലുകൾ, വിള്ളലുകൾ, അല്ലെങ്കിൽ ചില കേടുപാടുകളുടെ തുടക്കമൊക്കെ ഇതേപോലെ സെൻസിറ്റിവിറ്റി ഉണ്ടാക്കാറുണ്ട്. ഇത് കൂടാതെ ചില ആൾക്കാരിൽ മോണ ഇറക്കം പോലെയുള്ള അസുഖങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇത് നമുക്ക് ഏജ് ആവുന്നതിലൂടെയും അല്ലെങ്കിൽ മോണരോഗം മൂലമൊക്കെ ഉണ്ടാകുന്നതാണ്. ഇതെല്ലാം പല്ലിന് സെൻസിറ്റിവിറ്റി ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ സ്റ്റേജ് അനുസരിച്ചാണ് ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യുന്നതും. ഇനിഷ്യൽ സ്റ്റേജൊക്കെ ആണെങ്കിൽ നമുക്ക് ഡീസെൻസിറ്റൈസിങ് ടൂത്ത് പേസ്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇത് കൺട്രോൾ ചെയ്യാവുന്നതേ ഉള്ളൂ. കുറച്ചും കൂടെ അഗ്രസീവായിട്ടുള്ള സ്റ്റേജിലേക്ക് പോവുകയാണെങ്കിൽ പല്ലിനൊരു ലെയർ പോലെ നമ്മളൊരു സിമൻറ്റ് വെച്ച് അടച്ച് വെച്ചും ഹെൽപ്പ് ചെയ്യാവുന്നതാണ്. കുറച്ചും കൂടി വലിയ അവസ്ഥയിലേക്ക് പോവുകയാണ്, പല്ലിൻ്റെ മജ്ജയൊക്കെ അഫക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ഒക്കെ ചെയ്ത് ക്യാപ്പൊക്കെ ഇട്ട് വെച്ച് നമുക്കിത് കൺട്രോൾ ചെയ്ത് നിർത്താവുന്നതാണ്.